ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കന്യാത്വത്തിന് കോടികളുടെ വിലയോ എന്നുള്ള ആ ഒരു വിഷയമാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ചില പദങ്ങളാണ് കന്യാചർമ്മം, കന്യാത്വ മുദ്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ കാണുന്നത് നിത്യകന്യക, അതാണ് സഭ അവളെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു സംഭവം നിങ്ങളും മീഡിയ വഴിയൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമായിരിക്കാം. ഒരു UK കാരി ലോറ, 22 വയസ്സ് പ്രായമുള്ള അവളുടെ കന്യാത്വം വിറ്റു എന്നുള്ളത് ഒരു ഹോളിവുഡ് നടൻ ലേലത്തിൽ അത് പിടിച്ചു. അങ്ങനത്തെ ചില പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ലേലത്തിൽ പിടിച്ചു. നമ്മൾ തെളിയിക്കണം കന്യകയാണ് എന്നുള്ളത്. ഇനി എന്നിട്ട് ആ കന്യാത്വം സമർപ്പിക്കുക. അതിനയാൾ നൽകാൻ റെഡിയായത് 18 കോടി. 22കാരിക്ക് അവളുടെ കന്യാത്വത്തിന്റെ പേരിൽ ലഭിച്ചത് 18 കോടി. ചിലർക്ക് തോന്നിയേക്കാം കന്യാത്വത്തിന് ഇത്രയും വിലയുണ്ടോ എന്നുള്ളത്. നമ്മൾ ദൈവ വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവം വളരെ വില കൽപ്പിക്കുന്ന ഒന്നാണ് കന്യാത്വം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ജീവിത വിശുദ്ധി, അതിന് ദൈവം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ വിഷയം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കാം. ഒന്നാമത്തെ കാര്യം, കന്യാത്വം ദൈവം ഒരുപാട് വിലമതിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 27 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഒരു ദൂതൻ, ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ എവിടേക്കാണ് അയക്കപ്പെട്ടത്? കന്യകയുടെ അടുത്തേക്ക്. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ കന്യാത്വത്തിന് വില കൽപ്പിച്ച് കന്യാത്വം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ദൈവദൂതൻ ഗബ്രിയേൽ ദൂതൻ അവളുടെ അടുത്ത് വന്നപ്പോൾ അവൾ കന്യകയായിരുന്നു. കന്യാത്വം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് നമ്മൾ കാണുന്നു അവളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു മാലാഖ, ദൈവദൂതൻ കൈകൂപ്പി നിന്ന് അവളെ ആദരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവളുടെ സൗന്ദര്യം കൊണ്ടല്ല, ആ കന്യാത്വത്തിന് വില കൽപ്പിച്ചുകൊണ്ട് കൃപയിൽ ജീവിച്ച വ്യക്തിയായതുകൊണ്ട്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നാണ് ദൈവദൂതൻ അവിടെ പ്രഖ്യാപിച്ചത്. നമുക്ക് കാണാൻ സാധിക്കും ഡോഗ്മ ഓൺ മേരി. നമുക്ക് ചില വിശ്വാസ സത്യങ്ങൾ സഭയിലുണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് 4 വിശ്വാസ സത്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നിത്യകന്യാത്വം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ദൈവ മാതൃത്വം. മൂന്നാമത്തെ കാര്യമാണ് അമലോത്ഭവം. നാലാമത്തെ കാര്യമാണ് സ്വർഗാരോപണം. 4 ഡോഗ്മാസ് പരിശുദ്ധ കന്യകാമറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് സഭ ആരാധനാക്രമത്തിൽ മറിയത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, എയ്യോ പാർത്തേനോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവപുത്രനെ പ്രസവിക്കുമ്പോഴും തൻ്റെ കന്യാത്വത്തിന് ഭംഗം വന്നില്ല. അതാണ് സഭ മറിയത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു ഡോഗ്മ. പരിശുദ്ധ കന്യാമറിയം ആ കന്യാത്വത്തിന് എത്ര വില കൽപ്പിച്ചിരുന്നു, ജീവിത വിശുദ്ധിക്ക് വില കൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. 2023 ലോറ, UK കാരി ലോറയുടെ കന്യാത്വത്തിന് ആ ഹോളിവുഡ് നടൻ എത്രമാത്രം വില കൽപ്പിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. 18 കോടി കൊടുത്താണ് അത് വാങ്ങിച്ചത്. എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യരും ഒരുപോലെ വില കൽപ്പിക്കുന്ന ഒന്നാണ് കന്യാത്വം. നമ്മുടെ ജീവിത വിശുദ്ധി എന്നുള്ളത് നാം തിരിച്ചറിയണം. നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, കന്യാത്വത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന വ്യക്തികളെ കണ്ടെന്നു വരും. ഒരു സംഭവം പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇതുപോലെ തൻ്റെ ജഡിക സുഖത്തിന് വേണ്ടി വലിയ ഹോട്ടലിൽ ചെന്നപ്പോൾ അതിനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു. അവസാനം അവര് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു. വന്നപ്പം സ്വന്തം മകളാണ്, അവള് അന്യസംസ്ഥാനത്ത് പഠിച്ചുകൊണ്ടിരുന്നവളാണ്, അവളെങ്ങനെ ഇവിടെ വരും? അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവുമെന്ന് അപ്പം പ്രതീക്ഷിച്ചല്ല. അപ്പൻ ഇങ്ങനത്തെ ഉദ്ദേശമായിരുന്നെങ്കിൽ പിന്നെ മകൾ അങ്ങനെ ചെയ്തതിനകത്ത് അതിശയിക്കാനൊന്നുമില്ല. ഇന്ന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ കൂടെ പോലും പോകുന്ന ഒരു ചിന്തയുണ്ട്, നമ്മൾ ഈ വലിയ സുവിശേഷം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ വേണം ഒരു വീക്കെൻഡ് കൊണ്ട് 1-2 ദിവസം ഈ ഒരു കാര്യത്തിന് സമ്മതിച്ചാൽ കൈ നിറയെ പണം. അങ്ങനെ ശരീരം വിറ്റുപോലും അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളെ കണ്ടെന്നു വരും. ഇവരൊക്കെ കന്യാത്വത്തിനോ ജീവിത വിശുദ്ധിക്കോ എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ഇതിൻ്റെ വെളിച്ചത്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു സ്ത്രീ വിവാഹിതയാകുമ്പോൾ തൻ്റെ ഭർത്താവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവളുടെ കന്യാത്വം. ഒരു പുരുഷൻ വിവാഹിതനാകുമ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് അവൻ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് വിഭജിക്കപ്പെടാത്ത തൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അവരെ
പ്രേമിച്ചും അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കല്യാണം കഴിച്ച് ബാക്കിയുള്ളത് കൊടുക്കുക, കാക്കപ്പാതി പോലെ ഇരിക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് നൽകുമ്പോൾ ഏറ്റവും നല്ലതാണ് കൊടുക്കുക. ഭർത്താവാണേലും ഭാര്യയാണേലും വില കൽപ്പിക്കേണ്ട ഒന്നാണ് ജീവിത വിശുദ്ധി എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് വിവാഹത്തിന് മുമ്പ് വേണ്ടത് കന്യാത്വം, വിവാഹം വരെ. വിവാഹം കഴിഞ്ഞാൽ വേണ്ടത് വിശുദ്ധി. അതുപോലെ തന്നെ ഭർത്താവാണേലും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അവസാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് നാം ഉടമ്പടിയുടെ ജനമാണ്. ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വചനങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് ദൈവമക്കളും പരിശുദ്ധരായിരിക്കണം. ജോബ് 31 മൂന്നാമത്തെ ആദ്യ വചനങ്ങൾ എടുത്ത് 3-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു കന്യകയെ തെറ്റായ രീതിയിൽ നോക്കാൻ പോലും എനിക്ക് പറ്റില്ല. കാരണം എനിക്കൊരു ഉടമ്പടിയുണ്ട്. ദൈവവുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി അത് ലംഘിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന ജോബിനെ കാണാൻ പറ്റും. വചന വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ബലിയർപ്പിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നിർമ്മലമായ ശരീരം. ഹെബ്രായർ 10:22. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വിവാഹ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിർമ്മലമായ ശരീരം. സമർപ്പണ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിർമ്മലമായ ശരീരം, മനസ്സ്. ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകും എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 1 രാജാക്കന്മാർ 21:25 പറഞ്ഞിട്ടുണ്ട്, ഇക്കാര്യങ്ങൾ വിസ്മരിച്ച് നീ ദൈവത്തിന് അനിഷ്ടമായ ഒരു കാര്യം സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നീ നിന്നെ തന്നെ വിറ്റവനെ പോലെയായി. ആ ഒരു പരിതാപകരമായ അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ വലിയ വാരത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അങ്ങൊഴുക്കുന്ന ദൈവകൃപ സ്വീകരിക്കാനും ആത്മീയ വളർച്ച പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ഉയർപ്പ് തിരുനാളിനായി യഥാവിധി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.